അടിപൊളി അടിപൊളി. എല്ലാരും പറയണ്ട എങ്ങോട്ടാ പോണേ? നമ്മള് വലിയ ട്രിപ്പ് പോവാണ്. തമിഴ്നാട് പോവാണ്. എന്റെ ഷൂ ഒക്കെ കയ്യിൽ പിടിച്ചെടുക്കണേ. വണ്ടി ഇടാനാ ഇറങ്ങ. എന്തൊക്കെയാ അമ്മ ചെയ്യണേ? അമ്മ എല്ലാവർക്കും ഉണ്ട് കവർ കയ്യിൽ. അമ്മ കൊറേ ഇത് കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ അമ്മ? അയ്യോ അയ്യോ അമ്മേന്റെ ഒരുക്കാനൊന്നും കഴിഞ്ഞില്ല. അമ്മക്ക് ഷവറൊക്കെ ഉണ്ട്. ഫോൺ എടുത്തില്ലേ? ബാക്കിൽ വെച്ചടാ, അടിക്കിൽ വെച്ചടാ. വെച്ചോ കേട്ടോ, അടച്ചടാ. ഞങ്ങൾ സിന്ധേച്ചിന്റെ വീട്ടിലെത്തി. കൊറേ ആൾക്കാരെ കണ്ടിട്ടെന്നെ. എല്ലാരും പറയണ്ട, വേറൊക്കെ പറയണ്ട്. ഇനി വരും സിന്ധേച്ചി സന്ധ്യച്ചൊക്കെ അല്ലേ? തിങ്കളാഴ്ച വരും. ഇപ്പൊ സമയം വരണീട്ടുണ്ട്. അപ്പൊ ഞാൻ പോവാനായി. വൈകുന്നേരം എത്തുള്ളൂ. അമ്മ പോരില്ലട്ടോ, അമ്മേനെ ഇവിടേക്ക് പോകാൻ വന്നാണ് അല്ലേ? ഇനി ഉമ്മാനോട് ഞങ്ങള് പറയല്ലോ എന്താണ്. അമ്മക്ക് എത്ര ദൂരം ഇരിക്കാൻ കഴിയില്ല യാത്ര. ഞങ്ങള് പോയിട്ടെന്നാല് ആ കുട്ടീനെ പോയിക്കൊണ്ടത്. ഞങ്ങള് നടുവത്തുനിന്നൊക്കെ പോന്ന് ചോറിനാൻ വേണ്ടിട്ട് കയറിയതാണ് കേട്ടോ. ഇനി വഴിക്കടവിക്ക് എത്തണമെങ്കിൽ 5 മിനിറ്റിന്റെ ദൂരമുണ്ട്. അതൊന്നും കിട്ടൂല ചെറുത്തമ്മ കയറി. നമുക്ക് വഴിക്കടവ് എത്തി പിന്നെ ചുരം കയറാൻ തുടങ്ങിയ ചോറായിട്ടൊന്നും കിട്ടൂല. അവിടെ നാട്ടിലെത്തിയാലേ കിട്ടുള്ളൂ, നാട്ടിലെത്തിയാലേ കിട്ടുള്ളൂ. അപ്പൊ പാലാട് പറഞ്ഞ സ്ഥലം അത്. പാലാണ് വഴിക്കൊന്നും നല്ലത്. സന്ധ്യച്ചിന്റെ മോളെ വീട്ടില് അവിടെ വരുമ്പോ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച കയറ്റാൻ തോന്നുന്നുണ്ട്. തിരക്ക് കുറച്ച് കുറവാണ്. ഇതെന്ത് ബിരിയാണിയാക്കാ? തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ദം ബിരിയാണി കഴിച്ചത്. തലശ്ശേരി കഴിച്ചില്ലല്ലോ ചേ? അറിയില്ല, നോക്കി നോക്ക്. അത് പുത്തൊക്കെ എങ്ങനെയുണ്ട്? കഴിച്ചോക്കിട്ട് പറയും. കഴിച്ചോ ടേസ്റ്റ്. ഇപ്പൊ ഞാൻ കഴിച്ച വരെ കഴിക്കണ ലക്ഷണമല്ല. ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാനും അപ്പൊ സിന്ധിച്ചിരുന്ന് കുറച്ച് ഓർച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിഷമൊന്നുമില്ല. സാറാണ് ഇങ്ങനെ അപ്പൂച്ച തലശ്ശേരി. പിന്നെ പറഞ്ഞോളേ നമുക്ക് വഴിക്കട ഒരു ഗസ്റ്റ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ടൗണിലുണ്ട്. അങ്ങനത്തെ ബിരിയാണി കാണുമ്പോ കാണിച്ചിറങ്ങും. എന്താ പറയാ, ബിരിയാണി അടിപൊളിയാ, രസമുണ്ട്. ഇങ്ങനെ കിട്ടുമ്പോ ഞാൻ പറയലില്ലേ എപ്പോഴും, ഹോട്ടലിൽ നിന്ന് കിട്ടണ ഏത് സംഭവം നല്ല രസമാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് ഏത് അയലത്ത് പോവില്ല. സുഖം കിട്ടില്ലല്ലോ. ഞാനുണ്ട് താത്താളൊക്കെ അറിയണല്ലേ? താത്ത കണ്ട ബന്ധം കിട്ടിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരെ നമ്മൾ അറിയണാണ്. ഇങ്ങോട്ട് വരുമ്പോ കയറട്ടെ. എന്നാലും അമ്മ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ചുരം കയറി. നമുക്ക് ഒരു ഡ്രൈവറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആളെപ്പോ കാണിച്ചു തരാം. അപ്പൊ കയറിയിട്ട് കുറച്ചായി. ഒരു എത്ര വളമായി? എത്രയോ 8-10 വളവ് കയറി. താഴത്തേക്ക് അങ്ങോട്ട് വല്ലാതെ നോക്കണില്ല കേട്ടോ. എന്താ തല അടിച്ചു പോകും. ഇല്ലേ, ഞാൻ നോക്കൂല. അവിടെ നമ്മള് കയറി. ഞാൻ അവിടെ കയറി. അപ്പൂസിന് പേടില്ല.
എൻ്റെ അമ്മ അവിടെ നോക്കാച്ച്. നമ്മള് ഇവിടുന്ന് അപ്പൂസേ പോരുന്നേ? എവിടുന്ന വരുന്നേ? ഉണ്ടോ? പേടിയാണ്. പക്ഷെ നടക്ക്. വില പറയുമ്പോ നോക്കട്ടോ. വണ്ടി വരുന്നുണ്ട് അപ്പൂസേ. വണ്ടി വരുന്നുണ്ട്. നമ്മളാളുണ്ട്. ഇതാ വരുന്നേ. എവിടുന്നാ പോരുന്നേ? ഏതോ 2-3 ആൾക്കാർ നാട്ടിൽ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളാണോ? നിങ്ങളെ കൂട്ടാൻ വേണ്ടി. അപ്പൊ നമ്മക്ക് ഇവിടെ പേടിയായിട്ട് മൂപ്പര് വന്നാട്ടോ. പേടിയായിട്ട് വന്നാണ്. അവിടെ വേണ്ട. തല ഇറങ്ങുണ്ടോ? ബസ് വരട്ടെ. ആന മോളുണ്ട്. റോഡ് സൈഡിലുണ്ട്. വഴിക്കടവല്ലേ? വൈക്കടവങ്ങാടി ആന ഉണ്ട് മുകളിൽ. പോരെ പേര് ക്ഷീണിച്ചല്ല ആകാള്. ഞാൻ ആകെ കഴിഞ്ഞു. എത്ര മണിക്കൂറായി ഇവിടെ കാത്തിക്കണ നിങ്ങളൊന്ന് നേരം വയ്യേ. സ്ട്രോബെറി വാനില പിസ്ത. വാനിലുണ്ടോ? എനിക്ക് വാനില. അപ്പൂസിന് ഏതാണ്ട് ഏതായാലും മതി. കണ്ടാസ്വദിക്കാം, തിന്നാസ്വദിക്കാം. ഏതായാലും പേടിച്ച നോക്കി മുകളിൽ ആന ഉണ്ട്. ചെക്കന്മാര് എന്തൊക്കെയാ സൗണ്ട്? ആ കുരങ്ങൻ നോക്കാം. കുരങ്ങ് പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് കാണാനാണ്. ആരാണ് ഇവിടെ? യൂസുഫാന്റെ വീട്ടിലേക്ക് ആനയും വരും. പെണ്ണുങ്ങൾ വിളിച്ചല്ലേ ചേട്ടാ യൂസുഫ? അങ്ങനല്ല, അത് ഗ്യാസ് വണ്ടി വന്നിക്കണെന്ന് അത് പറയാൻ വേണ്ടി വിളിച്ച. ഓക്കെ എന്നാ ഉണ്ടാവും. പേടിണ്ടോ സിജിയ? നല്ല മിന്നുണ്ടോ? യൂസുഫിന്നത് സീലായതാ. നമ്മക്ക് ആടപ്പോ ചീറാപ്പുഞ്ചി മഴയത്ത് പോണേ. ഇവിടെയാണ് പണ്ട് ഉരുൾപൊട്ടിയത്. ഉരുൾപൊട്ടി ഇവിടെ? ഓ ചേച്ചിയെ ഇപ്പൊ കൈയിട്ടാ ഓക്കെ. കിളി പോയോ? ആന ഉണ്ടായിരുന്നൊക്കെ പേടിച്ചിന് യൂസുഫ. എല്ലാരും കിളിയും പോയി. അത് ആനക്കാര് പോലെ താഴ്ത്തുന്ന ആന ഉണ്ടായിരുന്നുണ്ട്. ആ സാധനമൊക്കെ റോട്ടിന്ന് ഓരോന്ന് ഇടിച്ചിട്ട് കണ്ടിട്ട് പേടിച്ചേ. കുറച്ച് മോശമല്ല റോഡ്. പേടിച്ചോ അപ്പൂസേ? പേടിണ്ടോ? ആ ആനനെ പേടി. നമ്മള് കുറച്ചുകൂടി അവിടെ എത്തട്ടല്ലേ? എല്ലാരും അറിയില്ല യൂസുഫ? ഇവിടെ മാത്രം കുറച്ച് മോശമല്ലേ റോഡ്? വണ്ടി ഇടിഞ്ഞു പോയതാണ്. റോഡ് ചെറിയതായി താന്നോണ്ട് ഒരു പാട്ടടിക്കോ? ചിറാപ്പുഞ്ചി മഴയത്ത് ആണ്ടേ? ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം കണ്ടത്? ആന ഇറങ്ങുന്ന സ്ഥലം കണ്ടത്? ഇതെന്താ യൂസുഫ? ഇവിടെ ഒരു ഒരാള് ചെയ്തായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാബാ വരി, ഒന്ന് നിങ്ങൾ ചാടിച്ചോളൂ, ഒന്ന് ആ പെട്ടി കൂടി. ആ എന്താ യൂസുഫ് അതിന്റെ ഐതിഹ്യം പറഞ്ഞേ? ഐതിഹ്യം ഇവിടെ ഒരു ശരി വായിച്ചോ? എന്താണ് ഐതിഹ്യം പറയുന്നത്? ഐതിഹ്യം എനിക്ക് ചരിത്രപരമായിട്ട് പറയാനൊന്നും അറിയില്ല. പണ്ട് യമനിന്ന് എവിടുന്നോ വന്ന ഒരാൾ ഇവിടെ മറവെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ വെല്ലിപ്പയും മൈക്കിളൊക്കെ ഒരു
മഹലില് കമ്മിറ്റിക്കാരും തമ്മിൽ പരിപാലിച്ചു പോയിരുന്ന സ്ഥലമാണ്. അത്ര എനിക്കറിയാം. ആരാണ് മറുപടി നടക്കണമെന്ന് എനിക്കറിയാം. പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചി പേര് നോക്കിയാ? എന്താ ഇബ്രാഹിം? എനിക്ക് കുറെ എഴുതിയിട്ട്. അപ്പൂസ് നോക്കിയാ? വരുമ്പോ നോക്കട്ടെ എന്നാല്. നമ്മൾ ഈ ആനക്കാട്ടുപടയൊക്കെ വണ്ടിയോട് പോകണല്ലേ. അപ്പോൾ ചെറിയൊരു സംഭവമാണ്. നമ്മൾ കേരളത്തിനോട് വിട പറഞ്ഞു തമിഴ്നാട്ടിലേക്ക് കിടക്കും. തമിഴ്നാട്ടിലേക്ക് കിടക്കണം. ഇതാണ് ബോർഡർ. ബോർഡറല്ലേ? തമിഴ്നാടിന്റെ ബോർഡറാണത്. അതെ. അറിയാത്തവർക്ക് കേട്ടോ, എല്ലാവർക്കും അറിയാം. ആ ബോർഡിൽ ബോർഡ് വെൽക്കം ടു തമിഴ്നാട്. ശരിയാ, എന്റെ മലപ്പുറം ജില്ല കടന്നു, കേരളം കടന്നു കേട്ടോ. നീലഗിരിക്ക് കയറി. ഇപ്പൊ തമിഴ്നാടായി. ഇനി നമുക്ക് കുറച്ച് റോഡ് മോശമാണ്. പിന്നെ ഫണ്ടൊക്കെ സാങ്ഷൻ ആയിരിക്കണം കേട്ടോ. ഇതെന്താ കൊറേ കാണാണ്, പക്ഷെ നിർത്താൻ കൊറേ സ്ഥലത്ത് നമുക്ക് നിർത്താന്നുണ്ട്. പക്ഷെ ശരിക്കൊക്കെ ഭയങ്കര പേടിയാ. ഇല്ല, അങ്ങനെയില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ നിർത്താം. ആ താഴെ കുറച്ച് സ്ഥലത്ത് ഞാനുണ്ട്. ഞാൻ അപ്പൂസ് മേച്ചാട്ടെന്ന്. അയ്യോ, നല്ല റോഡാട്ടഞ്ഞ്. നല്ല സുഖമുള്ള റോഡ് കഴിഞ്ഞു. ആ റോഡ് ഇപ്പം അടുത്ത് പണി നടക്കും. പിന്നെ ഫണ്ടൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ട്. ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ നാടുകണി ബോർഡർ വരെയുള്ള പണി നടക്കും. പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, പഠിത്തമുണ്ടായിരുന്നു. ഇനി നമുക്ക് നാടുകാണിയിലൊന്ന് ഇറങ്ങാണ്ട്. അവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ടുകളുണ്ട്. സമയം ഇറങ്ങാം. ഇവിടെ 2 മിനിറ്റ് നാടുകാണിയിൽ താഴെ നാടുകാണി. എന്താണ് നമ്മളെ ഫ്രണ്ടുകളുണ്ട് അവിടെ. കാണാൻ നമുക്ക് നമ്മളെ ആ വീട്ടിൽ 2 ദിവസം നിന്നിട്ടുണ്ട്. അവിടെ അതിനിടയ്ക്ക് വരലുണ്ട്. മണിയേട്ടന്റെ വീട് ജയന്റെ ഒക്കെ നോക്കാണ്ട് വിളിച്ചിട്ട് ഫോണ് കിട്ടണില്ല. ഇതെന്താ സാധനം? ആ ചക്രം ഇതിനാണറിയാം. എന്താ നമ്മൾ പോയി അയിമ വരുത്തുമ്പോഴേ അതിന് ഡാമേജ് ആവില്ല. നമ്മുടെ വണ്ടിക്കും വലിയ ഡാമേജ് ഇറങ്ങിയിട്ട് നമ്മൾ റോഡ് പക്കരോട് വരും. മനസ്സിലായോ? ഇതാണ്. ഇതിപ്പോ പോയി നമ്മൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് മറിച്ച് എന്ത് സംഭവിക്കും? വണ്ടിയും പൊളിയും അതും പൊളിയും. പക്ഷെ ആ വീലുമ്പോ പോയി വരുത്തുമ്പോ എന്താ സംഭവിക്കും വെച്ചാല് നമ്മൾ കറങ്ങി റോഡ് കനാണ്ട് വരും. മഞ്ഞ് മൂടിട്ടോ സമയം എത്രയുള്ളത് കണ്ണു മഞ്ഞ് മൂടിട്ടാണത്. ഇതാണ് ഇത് പറിക്കാൻ പറ്റും നമുക്ക്. ഈ സാധനം ഇതാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനം. ഇഷ്ടമുള്ള സാധനമാണ്. നമുക്ക് അവിടെ എന്താ പൂസയാണ്ട് ഇറങ്ങിക്കോ. എന്താ പൂസത്? ബട്ടർ ഉണ്ട്. എന്താ സാധനം? ചായ കമ്പം പൊയ്ങ്ങാൻ വെച്ചാണ്. നല്ല മഴ. മൈക്ക് സെറ്റ് മണീന്റെ വീട് ഏതാ? മണിവണ്ണൻ. മണിവണ്ണന്റെ വീട് തന്നെ. മണിയില്ലേ? നമ്മളെ ഫ്രണ്ടാണ് നാട്ടില്. അവിടെയാണ് റബ്ബർ വെട്ടണ്. എന്താ പേര്? എന്റെ പേര് പ്രഭ. കുടുംബക്കാരാ ബന്ധുക്കാരാ? റിലേറ്റീവ് അല്ലേ? മുത്തൊക്കെ ഉണ്ടോ? മുത്തൊക്കെ ഉണ്ടോ അവിടെ? ഇവിടെ ജയനോ കണ്ണനും ഇല്ലല്ലേ? കരടുത്താട്ടോ. ഇവിടെയൊക്കെ ഞാൻ കൊറേ വന്നു നിന്നതാണ്. എനിക്ക് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അറിയാം. 2 മതി കേട്ടോ. 2 മതി. അപ്പൊ മണി വീഡിയോയില് നാളെ കാണുമ്പോഴേ ചേച്ചി മണിവണ്ണല്ലേ? ഫ്രണ്ടാണ് മണിവണ്ണൻ. എന്താ ഇതിന്റെ പേര്? ഇതാ ഇതിന്റെ പേരാ? സ്വീറ്റ് കോൺ. സ്വീറ്റ് കോൺ മനസ്സിലായി. രസമുണ്ടോ? അടിപൊളി അടിപൊളി സൂപ്പറാണ് അല്ലേ? എന്നാ പുസേ കഴിച്ചടാ. എന്നാ കഴിച്ചിട്ട് പോലെ നമുക്ക്. രസമുണ്ടല്ലേ? ഇപ്പോൾ നാടുകാണി എന്താ കഴിച്ച ശരിയാ? സ്വീറ്റ് കോണ്. ഇപ്പൊ നമ്മള് നാടുകാണി നമ്മള് പന്തല്ലൂർ റോട്ട് തിരിഞ്ഞു അല്ലേ? ഇനി ഒരു 20 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന് പറയണേ. നല്ല തണുപ്പ്. AC-ന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല തണുപ്പ്. കോടയിൽ ഇങ്ങനെ നല്ല കോടയിൽ പോകും. വീട്ടിലാണ് തണുപ്പാ? വീട്ടിൽ തണുപ്പാണ്.
അപ്പൊ നമ്മളെ ഫോണത്തെ ചാർജ് തീരാനായി. യൂസഫ്ഖാന്റെ വീട്ടിലെത്തുമ്പോ ഓഫാവും. അപ്പൊ സീറ്റ് കോൺ എങ്ങനെ ഉണ്ട്? നല്ല രസമായിട്ടത്. ഇവിടെ കൂടുതൽ ബട്ടർ, പിന്നെ നമ്മളെ നാട്ടിലുള്ള സീറ്റ്, പിന്നെന്താ പറയാ മറ്റേതിന്റെ പേര് മാതള നാരങ്ങ, നല്ല കൂടുതൽ ഇവിടെ. അടയ്ക്കാപ്പഴം ഭയങ്കര രസമൊക്കെ തിന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കട്ടെ. കണ്ണാണല്ലോ ചേച്ചിയെ അല്ലേ? അയ്യോ ഭയങ്കര മൂടിയില്ലേ? സത്യത്തില് കിളി പോയിട്ട് അവിടെ എത്തിയപ്പത്തിന് 3:25 ഇങ്ങനെ മഞ്ഞ്. ഫോണില് പിന്നെയും കാണുന്നുണ്ട്, നേരിട്ട് കാണില്ലല്ലേ? ഫോണിൽ കൂടെ കാണുന്നില്ല. ഇവിടുന്ന് വരികയാണ് ഒന്ന് കടക്കെ യൂസഫ്ഖാന്റെ നാട്ടിലേക്ക് എങ്ങനെ എത്തുക? വെറുതെ അല്ല നിങ്ങൾ 4 മണിയാ ഫോൺ എടുക്കാത്ത, അപ്പൊ തന്നെ കിടന്നുറങ്ങിണ്ടാവും. ആരോ ഞങ്ങൾക്ക് വേണം കിടക്കല്. ഇതാണ് ഞങ്ങളുടെ നാട്, നീലഗിരി. നീലഗിരി ഇതാ അല്ല, ഇനി 10 കിലോമീറ്റർ കൂടി ഇല്ലേ? നീലഗിരി എന്ന് പറഞ്ഞ സ്ഥലമല്ലേ? ഇതൊക്കെ നീലഗിരിയോ? ഇത് 10 കിലോമീറ്റർ ഇല്ലേ? വീട്ടിക്ക് 10 കിലോമീറ്റർ ഉണ്ട്. അതല്ല, നീലഗിരി പറഞ്ഞ സ്ഥലമാണിത്. വണ്ടി ഓടിക്കണേ ഫോണില് പിന്നെ കാണണ്ടില്ലേ? ഫോണിൽ നല്ല വിളിച്ചിട്ട് പിന്നെ വണ്ടി നമ്മൾ ഞാൻ ഹെഡ് ലൈറ്റ് ഇട്ടിട്ടാ വണ്ടി ഓടിക്കണത്. അപ്പൊ അവിടുന്ന് വരുന്ന വണ്ടി ഹെഡ് ലൈറ്റ് ഇട്ടിട്ടാ വരിക. അപ്പൊ നമുക്ക് ശരി തീരെ കാണണ്ട നേരിട്ട്. പക്ഷെ ഫോണില് നല്ല കാണാം, ക്യാമറ ക്ലാരിറ്റി കൂട്ടുകയാണ്. ഇതുകൂടി വെച്ചപ്പോ ഒന്നും കൂടി ഉറങ്ങിയോ? നാട് കണ്ട ആസ്വദിക്കുകയാണ്. ആകെ പോയിട്ടോ, മഞ്ഞ കണ്ടിട്ടേ ആസ്വദിക്കുകയാണ് ആള്. കണ്ണിക്കൊക്കെ യാതൊരു ഇതിങ്ങനെ കേറ. ഭയങ്കര കോടാണ്, ഭയങ്കര കോട. തണുപ്പ് എങ്ങനെ ഉണ്ട്? നല്ല തണുപ്പ് കേട്ടോ. എസിന്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ. ആപ്പൂസ് തുമ്മല കളിക്കുമ്പക്ക് നമുക്ക് കഴിഞ്ഞോ കോട? എന്താ ആനയല്ലല്ലോ, കോട കഴിഞ്ഞു. അപ്പൊ നമുക്ക് യൂസഫ്ഖാന്റെ വീട്ടിലെത്തിട്ട് കാണണ്ടോ? തേയിലത്തോട്ടാണ് കേട്ടോ. തേയില നുള്ളനെ കണ്ടിട്ടുള്ളൂ, നുള്ളും കണ്ടില്ല. പേരെന്താ? എവിടെ കാണിക്കത്? ഉള്ളിടെ കാണാനല്ലേ? മറക്കട്ടെ പറക്കട്ടെ. എവിടെ പോയിക്കോ, എന്റെ ഉള്ളിലേക്ക് പോയിക്കോ. ഉള്ളിപ്പോ എല്ലാവർക്കും കുറെ ആൾക്കാരുണ്ടല്ലേ? ഇവിടെ ആൾക്കാരുണ്ട്. എവിടെ? കുറെ ആൾക്കാരുണ്ടല്ലേ? കാട്ടിയൊക്കെ കാട്ടില്ലേ? ആ ഈ തലപ്പ് പിടിച്ചിട്ട് സാധാ കത്രിക കൊണ്ട് നമ്മളിങ്ങനെ വെട്ടൂലേ, ഇങ്ങനെ വെട്ടുക. ഇങ്ങനെ പിടിക്കാ കണ്ടോ? അതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടല്ലോ. രസമുണ്ട് കേട്ടോ, അങ്ങനല്ലേ? പക്ഷെ അതോടെ സ്പീഡില് ഇങ്ങനെ 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 കട്ട് ചെയ്ത് പോവാ. थोड़ा कट्टा ना इधर वो वीडियो बनाने उसको मालूम नहीं. हाँ അതിന് വേണ്ടിയാണ് കിട്ടേ. എന്താണ് കാണാം? എല്ലായിടത്തും ഉണ്ടല്ലേ? ഓഹോ എന്താ വ്യൂ അല്ലേ? നാട്ടിലെ വ്യൂ. ഇനി നാളെ നമ്മൾ പോകുന്നത്
നാളെ കുറച്ചുകൂടി അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പുറത്തെ ഭാഗത്തോട് വേറെ എന്തൊക്കെ കാണിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോയത് ഒരാളുണ്ട്, അവനെ പരിചയപ്പെടാം. ഓനതിൻ്റെ ആള് അല്ല, ഓനും മറ്റാണ്. എന്താ പേര്? वो पूरा लोग आसाम है? नहीं, है? इधर से है। ओ तमिलनाडु भी है अंदर. ओके ओके. कांटा ना तो सही ട്ടോ. ओके भाई. ബൈ. बारिश हो रही है यार, गाड़ी में बैठो. बारिश आया. എന്തൊക്കെയുണ്ട്? ഇതാണ് ഭയങ്കര രസരസമൊക്കെ അവിടെ. ഓ നമ്മൾ ഇന്നാണ് വന്നപ്പോ ഇവിടെ വന്നിട്ട് വന്ന പോലെ സ്ഥലം ഇത് വേറെ സ്ഥലം. നമ്മളിതിലല്ല. ഭംഗിയുള്ള സ്ഥലം ചുറ്റി. ഓ എന്താ രസല്ലേ. എവിടെയൊക്കെ നോക്കാം. ഫാക്ടറി ഉണ്ട്. കുറച്ചപ്പുറത്തെ വലത്തെ ഭാഗത്ത് ഫാക്ടറി. ഈ ഫാക്ടറി കൂടെ നമ്മൾ വന്നിട്ടുണ്ടല്ലേ? ഇതിൽ വന്നിട്ടില്ല. വീടുകളൊക്കെ ചെറിയ വീടുകളാണ്. സ്കൂളാണ്. ഇത് വീടുകൾ, ഇതൊക്കെ വീടുകൾ. വീടാണോ? ഈ കാണുന്ന വീടുകൾ സ്കൂളിന്റെ പോലെ നീളത്തിലല്ലേ? ലൈൻസ് ആണ്. ഇതൊക്കെ വീടല്ലേ? ഈ എസ്റ്റേറ്റിന്റെ ഫാക്ടറി ഇവിടെ ഈ വളവിൽ ഫാക്ടറിയോ? ആ അതെ. ഇതേ നമ്മളന്നേരം കയറിയ മേലേക്ക്. ഇത് തേയിലേന്റെ ഫാക്ടറി. ഇത് തേയില ഫാക്ടറിയാണ്. യൂസുഫ് ഖാന്റെ ചായത്തോട്ടവിടെ. നമുക്ക് നാളെ പോലെ അത് അവിടെ കുറച്ച് നാളെ പോട്ടോ. ഇവിടുന്നാണ് നമുക്കൊക്കെ ചായപ്പൊടി ഇട്ടണല്ലേ? ഇതല്ല, അത് വേറെ ഫാക്ടറി. ഇത് പ്രൈവറ്റ് എസ്റ്റേറ്റ്. ക്ഷീണിച്ചില്ലേ? ഭയങ്കര തണുത്തിട്ടേ. തണുപ്പ്, നല്ല ഓവർ തണുപ്പാണ്. പിന്നെ ഓരോ മനോടൊക്കെ സംസാരിച്ച് ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. എന്നിട്ട് യൂസ്ഫാഖാന്റെ വീട്ടിലേക്ക് വരുന്ന വഴി തന്നെയാണ് യൂസ്ഫാഖാന്റെ ഏട്ടന്റെ വീട്. കൊറേ ഉണ്ട്. ഒന്നാന്ന് പറഞ്ഞില്ല, 56 ആൾക്കാരുണ്ട്. വലിയ കുടുംബമാണ്. പെങ്ങന്മാരും ഏട്ടന്മാരും എല്ലാം കൂടി. അപ്പൊ വരുന്ന വഴി തന്നെ ഏട്ടന്റെ വീട്. അവിടെ തന്നെയാണ് യൂസ്ഫാഖാന്റെ ഉമ്മയുള്ള. അപ്പൊ അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ 5 മണിയായി. 4:45. അപ്പൊ ഞങ്ങള് ഇനി ഫുള്ള് വിശേഷം കാണിക്കില്ല. കാരണം ഇപ്പൊ ഇനി ഫോണില് ചാർജും കഴിഞ്ഞു. ഇപ്പൊ നാളെ കാണാല്ലേ? അപ്പൊ നാളെ കാണാട്ടോ. എല്ലാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വിശേഷമായിട്ട് നാളെ വരാം. എല്ലാവർക്കും ബൈ.